ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി തലസ്ഥാനത്തെ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഒരുങ്ങി. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയങ്കണത്തിൽ നടന്നു. പ്രാരംഭ സന്ദേശം കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയും സമാപന സന്ദേശം ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയും നൽകി. ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുന്നിൽ കുരിശ് പ്രത്യാശ നൽകട്ടെയെന്ന് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. ബുദ്ധി നശിച്ച തലമുറയെ ലഹരി സൃഷ്ടിക്കുമെന്നും ഓർമ്മിപ്പിച്ചു. നമ്മുടെ ദേശത്തെ തുടച്ചു നീക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് രക്ഷയുടെ അടയാളമായ കുരിശ് പ്രത്യാശ നൽകട്ടെ. ബുദ്ധി നശിച്ചുപോയ ആലോചനാശക്തി പാടെ ഇല്ലാതായി പോകുന്ന, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാം ഇന്ന് കുരിശിന്റെ വഴി നടത്തുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ ഈ വേദന നമ്മുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം.